ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. 2^101 മൈനസ് 2^100 മൈനസ് 299 ഇതിൻ്റെ തുല്യമായ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2^101 ആണ് അല്ലേ. 2^101 മൈനസ് 2^100 മൈനസ് 2^99 ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, നമ്മൾ 2^99 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പം ഈ എക്സ്പോണൻസിൻ്റെ റൂൾ വെച്ചിട്ട് എന്താണ്, 2^99 ഇൻറ്റു 2^2 ആണ് 2^101, ശരിയല്ലേ. 2^99 പുറത്തെടുത്താൽ 2^2 ആണ് ഉള്ളിലുണ്ടാവുക. കാരണം 99 പ്ലസ് 2 ആണ്. 2^99 ഇൻറ്റു 2^2 എത്രയാണ്? 2^99 പ്ലസ് 2 2^101. അതുകൊണ്ടാണ് 2^99 പുറത്തെടുക്കുമ്പോൾ 2^2 ഉള്ളിലുള്ളത്. മൈനസ്, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ ലോ വെച്ച് ഇവിടെ എന്തായിരിക്കും? 2^1. കാരണം 2^99 ഇൻറ്റു 2^1 ആണ് 2^100. രണ്ട് ബേസ് സെയിം ആയാൽ എക്സ്പോണൻസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2^99 പ്ലസ് 2^1 ആണ് 2^100. അതുകൊണ്ട് 2^99 പുറത്തെടുത്തു. ഇവിടെ ഇപ്പോൾ എന്ത് വന്നു? 2^1 ആയി. മൈനസ് എത്ര? 2^99 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 വരും, കാരണം ഈ മൊത്തം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. 2^99 അതുപോലെ എഴുതി. ഉള്ളിൽ എന്താ ഉള്ളത്? 4. 2^1 2^2 4 ആണ്. 2^1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. മൈനസ് ഇവിടെ 1 ആണ്. അപ്പോൾ എത്ര വാല്യൂ വരും ഇതിന്? 2^99 4 മൈനസ് 2 മൈനസ് 1 ആണ്. അപ്പോൾ 4 മൈനസ് 2 2 2 മൈനസ് 1 1. അപ്പോൾ വാല്യൂ എത്ര വന്നു? 2^99 ടു 1. അപ്പോൾ എന്താണ് അപ്പോൾ ഉത്തരം? 2^99 ആണ് ഉത്തരം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? 2^99 അല്ലേ. അപ്പോൾ എക്സ്പോണൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ബേസ് തമ്മിൽ സെയിം ആകുമ്പോൾ പവേഴ്സ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ 2^101 മൈനസ് 2^100 മൈനസ് 2^99 ആണ്. 2^99 പുറത്തെടുത്തു. അപ്പോൾ ഉള്ളിലുള്ളാവുന്നത് 2^2 ആണ്. ഇവിടെ 2^100 ആയതുകൊണ്ട് 2^99 പുറത്തെടുത്ത് ഇവിടെ 2^2 ആയി. മൈനസ് 2^1 ആയി, കാരണം ഇവിടെ 2^100 ആണ്. ഇവിടെ 299 മൊത്തത്തിൽ പുറത്തെടുക്കുന്നതുകൊണ്ട് 1 മാത്രമായി. ഉള്ളിലത്തെ വാല്യൂ സോൾവ് ചെയ്താൽ 1 ആണ് കിട്ടുക. അപ്പോൾ പുറത്തുള്ള 299 ടു 1 ഉത്തരം 299. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം.